നമസ്കാരം. ഇൻഫോടെക്കിലേക്ക് സ്വാഗതം. ഇഞ്ചോടിഞ്ച് പൊരുതി മുന്നേറിയ വാശിയേറിയ ഉപതെരഞ്ഞെടുപ്പ് രസകരമായ ഗണിതത്തിലെ കളി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായ എം സ്വരാജിനെ 6 പേർ കൂടി പിന്തുണച്ചിരുന്നുവെങ്കിൽ അത് സംഭവിക്കുമായിരുന്നു. മറുവശത്ത് എതിർ സ്ഥാനാർത്ഥിയായ ആരിടൻ ഷൗക്കത്തിന് 40 വോട്ട് കൂടി കിട്ടിയിരുന്നെങ്കിൽ നിലമ്പൂരിലെ കണക്കുകൾ അതിലേറെ കളറാവുമായിരുന്നു. 11,077 നിലമ്പൂരുകാർ സ്നേഹത്തോടെ ബാപ്പുട്ടിയെ ജയിപ്പിച്ചപ്പോൾ ഒരു 40 വോട്ട് കൂടി കിട്ടിയിരുന്നെങ്കിൽ 77,737 എന്ന നമ്പറിൽ നിന്ന് 77,777 എന്നും LDF സ്ഥാനാർത്ഥി എം സ്വരാജിന് വെറും 6 പേർ കൂടി പിന്തുണച്ചിരുന്നുവെങ്കിൽ 66,660 എന്നതിൽ നിന്ന് 66,666 എന്ന മാജിക് നമ്പറിലേക്ക് ഈ കണക്കുകൾ മാറി മറിയുകയായിരുന്നു. ഇങ്ങനെ വരുമ്പോൾ 11,111 വോട്ടുകൾ എന്ന ഭൂരിപക്ഷം എന്ന അത്ഭുത സംഖ്യ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിൽ കാണാനായേനെ. അതിജീവനത്തിന്റെ കഥയാണ് ചാലിയാറിന്റെ തീരത്തെ നിലമ്പൂരിൽ നിന്നും ഇക്കാലം കേരളം കേട്ടത്. കാട്ടുമൃഗങ്ങളോടും പ്രളയത്തോടും ഉരുൾപൊട്ടലിനോടും കൃഷിയോടും എന്നും അതിജീവിച്ച് മുന്നേറുന്ന ജനതയോട് നിലമ്പൂരിലേത്. അപ്രതീക്ഷിതമായി എത്തിയ ഉപതെരഞ്ഞെടുപ്പ് മുന്നണികൾക്ക് മാത്രമല്ല, സ്ഥാനാർത്ഥികൾക്കും അതിജീവന പോരാട്ടം തന്നെയായിരുന്നു. മൂന്നാം ഭരണ തുടർച്ചയ്ക്കും LDFന് നിലമ്പൂർ അതിജീവിക്കണമായിരുന്നു. ഭരണത്തിലേറണമെങ്കിൽ UDFനും നിലമ്പൂർ കടമ്പ കടന്നു കയറണമായിരുന്നു. 2 ടേം മണ്ഡലത്തിലെ MLA ആയിരുന്ന PV അൻവർ എന്ന സ്വതന്ത്രനും ഇത് സമാനതകളില്ലാതെ അതിജീവന പോരാട്ടം നിലമ്പൂരിൽ കാഴ്ചവെച്ചത്.